മലയാളികൾക്ക് മാത്രമാണ് ഇത്രയും ഫെസ്ട്രേഷൻസ് ഉള്ളത്. ഒന്നിലൊറച്ച് നിൽക്ക്, ഒന്നില്. ഓക്കെ, മൈസെൽഫ് റാക്കാം ഫ്രം ഇന്ത്യ കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ഫൈൻ 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 ഐ ഗോട്ട് എ ടോപ്പിക്. ആക്ച്വലി ഐ ഗോട്ട് എ ടോപ്പിക്. യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്താ പറയുക ജെൻസ് യൂസ് ചെയ്യുന്നത്. വെറും തല മാത്രം ചീകി പോണ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല, സത്യം പറഞ്ഞാൽ പൗഡർ പോലും ഇടാറില്ല. നിങ്ങൾ പെൺകുട്ടികളെക്കാട്ടും മേക്കപ്പിനെ കുറിച്ച് ഇത്രയും നോളേജ് ഉണ്ടോ? നമ്മൾ ഒരു ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള പരിപാടിക്ക് ചെയ്യുമ്പം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മളുടെ ഫേസും കാര്യങ്ങളെല്ലാം എൻഹാൻസ് ചെയ്യും. നീ ചുണ്ടുമിട്ട ആ സാധനം ലിപ്സ്റ്റിക്, രണ്ടാം സ്ഥാനത്ത് കിടക്കുന്ന സാധനമാണ് ലിപ്സ്റ്റിക്. പല മാർക്കറ്റുകളിലും സെക്കൻഡ് ക്വാളിറ്റി ഐറ്റംസ് വന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് പല സ്കിന്നിനും പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തോ ഒരു മരുന്നുണ്ടാക്കി തന്നായിരുന്നു പാട് പോവാൻ. അതിനുശേഷം ഞാൻ കുറച്ച് കളർ വെച്ചു, അതാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. ആത്മവിശ്വാസം, മേക്കപ്പ് എന്ന ഒരു കലയോടെയാണ്. നിറങ്ങളും ഷെയ്ഡുകളും ഉപയോഗിച്ച് സ്വന്തം മുഖത്തെ ഒരു ക്യാൻവാസ് എന്ന പോലെ. പിന്നെ മൂന്നാമത് പറയാൻ പറ്റിയ സ്വയം പരിചരണം. മാന്യന്മാർക്ക് അടുത്ത വഴിക്ക് പോവാട്ടോ. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്ന് എൻ്റെ ടോപ്പിക് മേക്കപ്പ് ആണ്. ഓക്കെ, ഇന്ന് എൻ്റെ ടോപ്പിക് മേക്കപ്പ് ആണ്. ബോയ്സിന് മേക്കപ്പുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നോളേജ് ഉണ്ടെന്നാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗേൾസിനെ പറയാറുണ്ട് മേക്കപ്പിനെ കുറിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എത്രത്തോളം നോളേജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ലൈവാണ്. സോ മേക്കപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് ബിസി ടോക്ക് എന്നുള്ള ഈ ടോക്ക് ഷോയിൽ എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് മേക്കപ്പാണ്. മേക്കപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, യെസ് കെ സി രാജേഷ്, മേക്കപ്പിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവോ? എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ പേര്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ലേഡീസിൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ റേറ്റ്, മന്ത്ലി ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്, നിങ്ങളുടെ സിസ്റ്റർ, നിങ്ങളുടെ വൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ലേഡി സുഹൃത്തുക്കൾ എന്തെങ്കിലും രീതിയിലുള്ള മേക്കപ്പ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയുക, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മേക്കപ്പാണ്. ഓക്കെ, മേക്കപ്പ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ബോയ്സിനുള്ള നോളേജ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. യെസ് പറയൂ. ഈ ഫണ്ണ് സ്വന്തം പേര് ഒന്ന് പറയുകയാണല്ലോ, ഫണ്ണിന് മേക്കപ്പിനെ കുറിച്ച് എന്ത് നോളേജാണ് ഉള്ളത് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ആൻഡ് ബോയ്സ് മേക്കപ്പ് ഇടാറുണ്ട്. നമ്മുടെ രാജ്യത്തിൽ ഇടാറുണ്ടാവില്ല, പക്ഷെ വേറെ രാജ്യക്കാർ ബേസിക് മേക്കപ്പ് അത്യാവശ്യം യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ബോയ്സ് മേക്കപ്പ് യൂസ് ചെയ്യാറില്ല എന്ന് പറയേണ്ട. മേക്കപ്പ് ഞാൻ ഒരു പ്രൊഫഷണൽ മോഡലാണ്, എനിക്കറിയാം ബോയ്സും മേക്കപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം ഫിലിം ആക്ട്രസ് ആണെങ്കിലും സീരിയൽ ആക്ട്രസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബോയ്സ് മേക്കപ്പ് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കും കൂടിയാണ് കേട്ടോ. ഇതിൽ വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്. ഓക്കെ, ജംഷി എന്തുണ്ട് വിശേഷം? യെസ്, നല്ല വിശേഷം. എന്താണ് വിശേഷം മിസ് റാക്ക്? ഓക്കെ, ഐ എം ഫൈൻ ഡിയർ. സോ എന്തെങ്കിലും തരത്തിലുള്ള മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളാണോ ജംഷി? ആക്ച്വലി എനിക്കൊരു യൂണിസെക്സ് സലൂൺ ഉള്ള ഒരാളാണ് ഞാൻ നാട്ടില്. സോ അതിനെ കുറിച്ചൊരു നല്ലൊരു നോളജ് ഉണ്ട് എനിക്ക്. ശരി ജംഷി, ഞാൻ ചോദിച്ചോട്ടെ, ഈ യൂണിസെക്സ് സലൂൺ എന്ന് പറയുമ്പോൾ അവിടെ ബോയ്സും വരാറുണ്ടല്ലേ? അപ്പൊ ബോയ്സ് ഇപ്പൊ മേക്കപ്പ് എന്നുള്ളൊരു സംഭവം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ സർവീസുകളായിരിക്കും ഒരു ബോയ് വന്ന് എടുക്കുന്നത്? ത്രെഡിംഗ് ഒക്കെ ബോയ്സ് ചെയ്യുന്നതാണോ? ഇപ്പൊ ഓൾമോസ്റ്റ് ത്രെഡിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് പെഡിക്യൂർ, മാനിക്യൂർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ കൂടുതലും ജെൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ മേക്കപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് സ്കിൻ ടോൺ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പലരുടെയും സ്കിൻ ടോൺ 3 ടൈപ്സ് ആണല്ലോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്തത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്രൂമിങ്ങിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വരുമ്പോ നമ്മളത് ചോദിക്കും. അത് 2 ഡേയ്സ് മുന്നേ നമ്മളത് ഫേഷ്യൽ ചെയ്ത് കൊടുക്കും. അത് ഏറ്റവും കൂടുതൽ നല്ല ഷെഹനാസിന്റെ ഗോൾഡ് ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ഇൻസ്റ്റാഗ്ലോ ആയിട്ട് മാറും ഫേസ്. അത് എന്നിട്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ജംഷി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മേക്കപ്പ് എന്നുള്ളതിന്റെ കൂടെ ഇപ്പം ജംഷി മിക്സ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക ബ്യൂട്ടി പ്രൊഡക്ട്സും കൂടിയാണ്. അപ്പൊ ബോയ്സ് ആക്ച്വലി മേക്കപ്പിന്റെ ഘട്ടത്തിലൊക്കെ കയറുന്ന സമയത്ത് അവർ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യാനുള്ള ചാൻസസ്? ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ അത് ഗേൾസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്താ പറയുക ജെൻസ് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക് ഇല്ലാന്നുള്ളൂ, ഫൗണ്ടേഷൻ ഉണ്ട്, ബ്ലഷ് ഉണ്ട്, അതേപോലെ നമുക്ക് ബിയേർഡ് പൗഡർ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് അതില്. അതേപോലെ ഹെയർ സ്പാ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒരു 75% ജെൻസ് യൂസ് ചെയ്യുന്നു, ഒരു 100% ലേഡീസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ അതിൽ ഒരു കൺഫ്യൂഷനും കൂടെ മാറ്റിക്കോട്ടെ. ഇപ്പൊ മേക്കപ്പിന്റെ കാര്യത്തിൽ അത്യാവശ്യം നോളേജ് ഉള്ള ഒരാളായതുകൊണ്ട് ഏറ്റവും കൂടുതൽ മേക്കപ്സ് യൂസ് ചെയ്യുന്നത് ഏത് നാഷണാലിറ്റി ബോയ്സ് ആയിരിക്കും?
ഏത് നാഷണാലിറ്റി ബോയ്സ് ആണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ നമ്മളെ ജെൻസ് ഒക്കെ തന്നെ ഇപ്പോൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ട് അവിടെ പലരും എൻ്റെ ഷോപ്പിൽ വന്ന് ചോദിക്കാറുണ്ട് സൺസ്ക്രീൻ ഉണ്ടോ, അത് ഏതാണ്, നല്ല ബ്രാൻഡ് ഏതാണ്, അത് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതേപോലെ അവരുടെ പിമ്പിൾസ് കാര്യങ്ങൾ അതൊക്കെ എന്നോട് ഓൾമോസ്റ്റ് വന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ലേഡീസിനായിട്ടും കൂടുതൽ ജെൻസ് കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഫോർ എക്സാമ്പിൾ ഞാനടക്കം സൺസ്ക്രീമും അതേപോലെ തന്നെ സ്കിൻ കെയർ പ്രൊട്ടക്ഷൻ്റെ ഓരോ ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ നടക്കാറ് ഇവിടെ. ഗുഡ്. മേക്കപ്പ് സെൻസ് ആക്ച്വലി ബോയ്സിനും വേണ്ട ഒരു സംഭവമല്ലേ? തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബോത്ത് ആർ യൂസിങ് എന്ന് തന്നെ പറയാം നമുക്ക് ഇതിനെ കുറിച്ചിട്ട്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോഴും നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന സമയത്ത്, ഇന്ത്യ ഞാൻ പരിഗണിക്കുന്നില്ല, കേരളത്തിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നത് എന്തോ ഒരു തെറ്റാണെന്നും അല്ലെങ്കിൽ അതിൽ ബോയ്സ് സ്പെഷ്യലി ബോയ്സ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു പരിഹസിക്കുന്ന രീതിയിലാണ് പോകുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ജംഷിയുടെ ഒപ്പീനിയൻ? എനിക്ക് ചോദ്യം മനസ്സിലായില്ല, എന്താണ് ഞാൻ ഇവിടെ. അതായത് നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ മേക്കപ്പ് എന്തോ തരത്തിലുള്ള ഒരു തെറ്റാണെന്നാണ് പൊതുവെ ഒരു ഒപ്പീനിയൻ എപ്പോഴും. ഓക്കെ, അതിൽ ബോയ്സ് ആണ് മേക്കപ്പ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഒരു സുറുമ എഴുതിയ ഒരു കണ്ണുള്ള ഒരു പയ്യൻ ഇപ്പൊ പുറത്തിറങ്ങുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സും തന്നെ അതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഇപ്പൊ അങ്ങനെയുള്ള ഒരു ടോക്കൊന്നും ഇല്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓൾമോസ്റ്റ് ജെൻസ് വന്നിട്ട് അവരുടെ ബിയേഡ് ആയാലും അവരുടെ ത്രെഡിങ് ആയാലും അവരുടെ ഹെയർ സ്റ്റൈലായാലും അവരുടെ സ്കിൻ ആയാലും ഏറ്റവും കൂടുതൽ ലേഡീസിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു വരുന്ന ജെൻസ് ആണ്. അപ്പൊ അല്ലാതെ പണ്ടത്തെ പോലെയൊന്നല്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഓക്കെ, ഫൈൻ. താങ്ക് യു ജംഷി, താങ്ക് യു ഷെയറിംഗ് യുവർ ഒപ്പീനിയൻ. യെസ്, നമുക്ക് ഷക്കീല മാമി എന്താണ് പറയുന്നത് നോക്കാം. ഞാനൊരു റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. ലൈവിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സോ ലൈവിൽ വന്ന് സംസാരിക്കാനുള്ള മൈക്ക് ഇവിടെ ഓപ്പൺ ആണ്. ഗസ്റ്റ് എടുക്കുന്നുണ്ട്, എല്ലാവരെയും ഗസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള കമന്റ്സ് പറയാനുള്ള കോൺഫിഡൻസോട് കൂടി വന്ന് സംസാരിക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? മേക്കപ്പ് ആണ്. സോ മേക്കപ്പ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കമന്റ്സ് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. ഞാൻ ഇന്ന് കൂടുതൽ സംസാരം നിർത്തി സത്യം പറഞ്ഞാൽ, കാരണം നമുക്ക് സംസാരിക്കുന്ന സമയത്ത് പല കമന്റ്സും ഞാൻ കാണാറില്ല. ഓക്കെ, നമുക്ക് അടുത്ത റിക്വസ്റ്റ് ഉണ്ട്. ആരാണെന്ന് നോക്കാം. അജീഷ് അല്ലേ? Who is the founder of makeup? ബിക്കോസിനെ ലൈവിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. യെസ് അജീഷ് അലി, കേൾക്കുന്നുണ്ടോ? മേക്കപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വെറും തല മാത്രം ചീകി പോണ ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ അകത്തൊരു പുട്ടിങ്ങോ കട്ടിങ്ങോ ഒരു കാര്യങ്ങളും ഇല്ല. അജീഷ്, ഞാൻ ഒരു തമാശ പറഞ്ഞോട്ടെ, സീരിയസ് ആയിട്ട് എടുക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ചീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അജീഷ് ഒരു കാര്യം പറഞ്ഞു, അത്ര ലുക്ക് ഒന്നുമില്ല, ആരെന്നെ ശ്രദ്ധിക്കാനാന്ന്. അത്യാവശ്യം മേക്കപ്പ് സെൻസ് ഒന്ന് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, അത്യാവശ്യം സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ആരും നോക്കി പോകും. കാരണം മേക്കപ്പ് എന്ന് പറയുന്നത് അവിടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഓക്കെ നോർമലായിട്ട് നമ്മൾ ഇപ്പൊ തന്നെ മുടി വെട്ടുകയാണെങ്കിൽ തന്നെ ഒരു നോർമലായിട്ട് ഒരു 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് വലുതാകെ മാറ്റമായിരിക്കും ചിലപ്പോൾ നമ്മൾ മുടി തന്നെ വെട്ടുക. മനസ്സിലായല്ലോ? അപ്പൊ അല്ലാതെ മേക്കപ്പിലൊന്നും ആണുങ്ങള് ഞാൻ നോക്കിയിട്ട് വലുതായിട്ടൊന്നും മേക്കപ്പിൽ വലുതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ഒന്നുമില്ല. സൺഗ്രീസ് അജീഷ്, ഞാൻ പറഞ്ഞോട്ടെ, ഈ ബോയ്സിന്റെ കാര്യം എന്താണെന്നറിയോ? ഗേൾസ് മേക്കപ്പ് ഇട്ടാ പുറത്ത് കാണും. ഗേൾസിന് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, ഐഷാഡോ, ഐലൈനർ. ഇപ്പൊ തന്നെ നോക്കിയത് ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ നിൽക്കുന്നു. ജസ്റ്റ് അതൊരു കപ്പ് വെള്ളം എടുത്തൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ ആണുങ്ങൾക്ക് ആണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു വലുതായിട്ട് നമ്മളെ ഫേസ് നമ്മൾ മറ്റുള്ളവർ അങ്ങനെ നോക്കുന്ന ഒരാളല്ല. ഓക്കെ, അജീഷിന്റെ അടുത്തൊരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. അജീഷ്, ഓക്കെ, അജീഷ്, എന്റെ ചോദ്യം ഇതാണ്, മസ്കാര എന്ന് പറഞ്ഞാൽ എന്താണ്? ലേഡീസ് യൂസ് ചെയ്യുന്ന മസ്കാര എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്കാര എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ പിരികെ വീഴുന്ന സാധനമല്ലയോ? ഓക്കെ, ഏകദേശം ശരിയാണ്. ലൈവ് കാണുന്ന ബോയ്സ് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞ എന്താണ് മസ്കാര? ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞ. മസ്കാര നമ്മള് കണ്ണിന്റെ പീരി എഴുതത്തില്ലയോ, അതല്ലേ മസ്കാര എന്ന് പറയുന്നത്. അറിയാം. ഓക്കെ, ഫൈൻ. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല അത് പെണ്ണുമ്പുള്ള ചെയ്യുന്ന കണ്ടിട്ടുള്ള. ഓക്കെ, അപ്പം വൈഫ് വന്നിട്ട് അത്യാവശ്യം മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. വൈഫ് നല്ല രീതിയിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. ഗുഡ്. ബ്യൂട്ടി സെൻസ് നല്ലതാണ് ലേഡീസിന് ആക്ച്വലി. പക്ഷെ അതൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അല്ലല്ല അതിന് മോട്ടിവേഷനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വൈഫ് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നതാണ്. ഞാൻ അധികമാണെന്ന് പറയുന്നെങ്കിലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല. ഞാൻ വലുതായിട്ട് കാണുന്നതായിട്ടൊന്നുമില്ല. മേക്കപ്പ് ആണുങ്ങൾ ചിലപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു സ്പ്രേ അത്രയേ ഉള്ളൂ. അല്ലാതെ വലുതായിട്ട് ഫേഷ്യലി ആയിട്ടുള്ള ഒരു മേക്കപ്പും ചെയ്യുന്നത് ഞാൻ വലുതായിട്ടുള്ളവരൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഓക്കെ ഇപ്പോഴത്തെ പുതിയ ഓക്കെ അജീഷ്, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓക്കെ, ടോപ്പിക്കിൽ ജസ്റ്റ് താങ്ക് യു നമ്മൾ തല അജീഷ്. കാണിക്കണമല്ലോ. ഓക്കെ, ഓക്കെ താങ്ക് യു ഫോർ ഷെയറിംഗ്. തല കാണിച്ചതിൽ നന്ദി. ഓക്കെ ആൻഡ് മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്ന് നമ്മുടെ ടോപ്പിക് മേക്കപ്പ് ആണ്. ഓക്കെ, മേക്കപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മേക്കപ്പിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ഗേൾ ഫ്രണ്ടോ ആരെങ്കിലും മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണോ, നിങ്ങൾ മേക്കപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോ, അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ, ചാവക്കാടിയൻ എന്താണ് സംസാരിക്കാനുള്ളത് മേക്കപ്പിനെ കുറിച്ചിട്ട്? ഇനി എന്താണ് ഷുഹൈബ്, എന്ത് പറ്റി? ഓക്കെ, പിക്കൂസ്, ഞാൻ ഈ പിക്കൂസിന് അത്യാവശ്യം നോളേജ് ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ആൾ നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്നുണ്ട്. പിക്കൂസിന് ഒരു ഇൻവിറ്റേഷൻ ഞാൻ സ്പെഷ്യലി സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പിക്കൂസ് നോട്ട് അവൈലബിൾ, വൈ? ഓക്കെ, അടുത്ത റിക്വസ്റ്റ് ആരാ നോക്കാം. കൺമിഷിയാണോ മസ്കാര? അല്ല, കേൾക്കുന്നുണ്ടോ? നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കേട്ടായിരുന്നോ? കേട്ടിരുന്നു. ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റില്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ലോകം ഓർമ്മയുണ്ട്. അതെ, ഓക്കെ. മേക്കപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? മേക്കപ്പ് ചെയ്യുന്ന പെൺകുട്ടികളെ ഇഷ്ടമാണോ, അതോ ആൺകുട്ടികൾ മേക്കപ്പ് ചെയ്യുന്നത് അറിയാവോ? അല്ല, മേക്കപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും മേക്കപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ പൗഡർ പോലും ഇടാറില്ല. ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലയിലൊരു ഹെയർ ക്രീമുണ്ട്. അത് ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഒരു ക്രീം, പാരച്യൂട്ടിൻ്റെ. അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, എത്രയോ വർഷം കൊണ്ട്. പൗഡറോ ഫേസ് ക്രീമോ അങ്ങനെയുള്ള യാതൊരു ഇതും ഉപയോഗിക്കാറില്ല. സാധാരണ ആൾക്കാർ ടാൽക്കം പൗഡർ ഉപയോഗിക്കുമല്ലോ, ഞാൻ അതുപോലും ഉപയോഗിക്കാറില്ല. എനിക്ക് താടിയുണ്ട്. ബോയ്സിന്റെ മേക്കപ്പ് കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അത്ര അറിവില്ല. ഓക്കെ. അല്ല, എൻ്റെ വൈഫും ഉപയോഗിക്കാറില്ല. ഓവർ മേക്കപ്പ് അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാറില്ല. നോർമലായിട്ട് വൈഫ് പറയുകയാണെങ്കിൽ ചെറിയ ഫേസ് ക്രീം അല്ലെങ്കിൽ പൗഡർ അങ്ങനെ എന്തെങ്കിലും ഇടുമെന്നല്ലാണ്ട് മേക്കപ്പ്, ലിപ്സ്റ്റിക്ക് അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. അല്ല, തെറ്റാണെന്ന് പറയുന്നില്ല. ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പല ലിപ്സ്റ്റിക്കുകളും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിൽ അത് ക്യാൻസറിന് അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ പോയിട്ട് എങ്ങനെയായാലും ഒരു ചെറിയ ഡ്രോപ്പെങ്കിലും വയറ്റിനുള്ളിൽ. അതെ, പേടിപ്പിക്കാനല്ല. ഇൻഫാക്ട് ഞാൻ പറയുന്നത് സത്യമാണ്. ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടുന്നത്, എളുപ്പം കിട്ടുന്ന ഏതൊരു ലിപ്സ്റ്റിക്കും ക്വാളിറ്റി ഉള്ളതല്ല. അതിൻ്റെ ഇതിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. നിങ്ങളുടെ വയറ്റിൽ പോകുന്ന ഓരോ ഡ്രോപ്സും ഫ്യൂച്ചറിൽ നിങ്ങൾക്കതൊരു ക്യാൻസറോ അല്ലെങ്കിൽ സ്റ്റൊമക് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് കഴിയുന്നതും ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് മാർക്കറ്റിലുള്ള എല്ലാ കോസ്മെറ്റിക്സും അവർക്ക് വന്നിട്ട് ജനങ്ങളുടെ ഫേസ് നന്നാവണമെന്നോ അല്ലെങ്കിൽ അവർക്ക് ഗ്ലാമർ വരണം അല്ലെങ്കിൽ അവരുടെ ഫേസിൽ പിമ്പിൾസ് മാറണം അല്ലെങ്കിൽ ബ്ലാക്ക് ഡോട്ട്സ് മാറണം, അതല്ല. അവരുടെ എയിം എന്താണ്? അവർക്ക് സമ്പാദിക്കുക, അവർക്ക് മാർക്കറ്റ് പിടിക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഓൺലി അവരുടെ എയിം പ്രോഫിറ്റ് മാർക്കറ്റിംഗ് ആണ്, അല്ലേ? അതിനു വേണ്ടി അവരെന്തും ചെയ്യും. അതിനു വേണ്ടി അവരെന്തും ചെയ്യും, മനസ്സിലായല്ലോ? അപ്പൊ ചെറിയൊരു ടാസ്ക് ആണ്. ബ്ലഷ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? ബ്ലഷാ? അതെ, ബ്ലഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര അറിയില്ല. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. അപ്പൊ ലൈവ് കാണുന്ന ആളുകളാണെങ്കിൽ ബ്ലഷ് എന്താന്ന് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഡിയർ ഫോർ ജോയിനിങ്. ടേക്ക് കെയർ, ബൈ. ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ ബിസി ടോക്ക് സെക്ഷന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൊള്ളാലോ, മേക്കപ്പിനെ കുറിച്ച് വേറെ എന്തൊക്കെ അറിയാം. ഓക്കെ, സോ വെർ ആർ യു ഫ്രം ആക്ച്വലി? ഞാൻ കോട്ടയംകാരനാണ്.
പക്ഷെ ഇപ്പോൾ കാനഡയിൽ. എവിടെ GCC-യിലാണ്? ഇല്ല കാനഡയില്ല. കാനഡയിലാണ്. ഓക്കെ. ആ സോ വെൽക്കം ടു മൈ ലൈവ് സെഷൻ. നമുക്ക് ബിസി ടോക്ക് താങ്ക് യു എന്നുള്ളൊരു താങ്ക് ടോക്ക് യു. ഷോ ആണ്. ഓക്കെ, ഓക്കെ ഓക്കെ 10 മണി മുതൽ 11 മണി വരെ. ഐ നൗഷിത, ഓക്കെ മോനിഷ, സോറി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് മേക്കപ്പ് ആണ്. ഓക്കെ, മേക്കപ്പ് ഓക്കെ. എന്നുള്ള ടോപ്പിക്കിൽ അറിയുന്ന അറിവുകൾ പകർന്നു കൊടുക്കാൻ ഓക്കെ ആണെങ്കിൽ സംസാരിക്കാം. ഇല്ല എനിക്ക് വാസ്റ്റായിട്ട് വലിയ നോളജ് ഒന്നുമില്ല മേക്കപ്പിൽ. പക്ഷേ ഞാൻ ഒരു ഫ്രീലാൻസ് ഫോട്ടോഷൂട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ മോഡൽസിനൊക്കെ വെച്ചിട്ട്. അപ്പം എനിക്കറിയാവുന്നത്രേ ഉള്ളൂ. ഐ മീൻ നമ്മൾ ഒരു ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള പരിപാടിക്ക് ചെയ്യുമ്പം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മളുടെ ഫേസും കാര്യങ്ങളെല്ലാം എൻഹാൻസ് ചെയ്യും. ഐ മീൻ കാരണം ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫോട്ടോഷൂട്ടിൽ. അപ്പം ലൈറ്റ്സും കാര്യങ്ങളും ഇപ്പം നമ്മൾ മേക്കപ്പ് ഇല്ലാത്തൊരു ഫേസിലോട്ട് ലൈറ്റ് വയ്ക്കുമ്പം ഉറപ്പായിട്ടും നമ്മളുടെ ഒറിജിനൽ ഫേസ് ആയിരിക്കുമല്ലോ നമുക്ക് കാണുന്നത്. ഓക്കെ അപ്പം ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ആ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ പലപ്പോഴും ഞാൻ ഫോട്ടോഷൂട്ടിന് പോകുന്ന സമയത്ത് എന്റെ അടുത്ത് പറയാറുണ്ട് മേക്കപ്പ് ഇല്ലാത്തതാണ് നല്ലത് എന്ന്. അത് അല്ലല്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഒരിക്കലും അല്ല. വിത്തൗട്ട് മേക്കപ്പ് മേക്കപ്പ് ഉള്ളതാണ് നല്ലത് ശരിക്കും. അപ്പൊ എഡിറ്റിംഗ് ഉറപ്പായിട്ടും. സെക്ഷനിൽ ഈസി ആവുന്നത് മേക്കപ്പ് ഉള്ള ഫേസ് ആയിരിക്കും, മേക്കപ്പ് ഇല്ലാത്ത ഫേസ് ആയിരിക്കും? എഡിറ്റിംഗ് സെക്ഷൻ അല്ല, ഞാനിവിടെ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലെങ്കിലും ടിക്ടോക്കിൽ ഇല്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എൻ്റെ അതിൻ്റെ അകത്തുള്ള ഫോട്ടോസൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ. കാരണം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ശരിക്കും. ജസ്റ്റ് ഒന്ന് അതൊരു എൻഹാൻസ് ചെയ്ത് മേക്കപ്പ് കൊടുക്കേണ്ട കിട്ടിയിട്ടുണ്ട്. കാര്യമുള്ളൂ മേക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് എന്തിനാണ് ശരിക്കും? എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയില്ലാത്ത ഒരു ഫോട്ടോനെ നമ്മൾ ഭംഗിയാക്കുന്നതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? Yes, അപ്പം correct ആണ്. മേക്കപ്പ് ഇട്ട ഒരു ഫോട്ടോസ് ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് എഡിറ്റ് ചെയ്യേണ്ട അതിൻ്റെ അകത്തൊന്നും വരുത്തേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കേണ്ട കേസായിട്ട് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഐ മീൻ ഓക്കെ, ബോയ്സ് ഫോട്ടോസ് എത്രത്തോളം മേക്കപ്പ് ചെയ്യുന്നുണ്ട് ശരിക്കും? മേക്കപ്പ് ചെയ്യുന്ന ഒരു ബോയ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ പറഞ്ഞ ഓക്കെ പോലെ ഫാഷനിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ബോയ്സ് അവർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഫൈൻ, താങ്ക് യു. നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ ടേക്ക് കെയർ. ഓക്കെ, സോ നമുക്ക് ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ ആണ്. 10 മണി മുതൽ 11 മണി വരെയാണ്. ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഡെയിലി ഈ ഒരു ടോക്ക് ഷോ ഉണ്ടാകും. ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ആയിരിക്കും. ഇന്നത്തെ എൻ്റെ ടോപ്പിക് മേക്കപ്പ് ആണ്. സോ മേക്കപ്പ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാം. അയ്യോ എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖാണ്. എന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, താങ്ക് യു ഫോർ ആസ്കിങ്. ലോകത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ പറയുന്നത് വിറ്റ് പോണ മേക്കപ്പിനെ സാധനം കുറിച്ച്? ഏതാ എനിക്ക്? എന്തോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സാധനം അതറിയോ? മേക്കപ്പ് സാധനങ്ങളായിരിക്കും. ഇല്ല, പിന്നെ ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോണത്. ഓരോ രാഷ്ട്രങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആയുധങ്ങൾ. അത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മേക്കപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോ ആയുധത്തിനെ കുറിച്ച് നിക്ക് പറയട്ടെ വരട്ടെ അതിലേക്ക് വരണേ. ഓക്കെ, വന്നോളൂ. പിന്നെ നീ ചുണ്ടുമിട്ട ആ സാധനം ഓക്കെ, ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്. രണ്ടാം സ്ഥാനത്ത് കിടക്കുന്ന സാധനമാണ് ലിപ്സ്റ്റിക്. ഓക്കെ, ഗുഡ്. ഏറ്റവും കൂടുതൽ വേൾഡിൽ പൈസ ചെലവാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും ആ ശരിയാണ്. ശരിയാണ്. ഓക്കെ, ഇനി എന്താണ് അറിയാനുള്ളത്, അല്ല അറിയാവുന്നത് മേക്കപ്പിനെ കുറിച്ചിട്ട്? ഏറ്റവും യൂസ് ചെയ്യാൻ നല്ലത് ഒറിജിനൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഏതെങ്കിലും പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാനുണ്ടോ? എനിക്കതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞതുള്ളൂ, എല്ലാ അറിവ് വെച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ അറിയാം മേക്കപ്പിനെ കുറിച്ചിട്ട്? ലൈക്ക് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളാണോ? അല്ല. സെഫോറ. എൻ്റെ വൈഫ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. ശരി. അപ്പൊ എൻ്റെ പറഞ്ഞു. ജീവിതത്തിലേക്ക് വന്നതിന്റെ ശേഷമാണ് അവള് മേക്കപ്പ് ഇടൽ തുടങ്ങിയെന്ന് കേട്ടോ. അത് വേറെ കാര്യം. അപ്പൊ മേക്കപ്പ് ചെയ്യുന്ന ലേഡീസ് ആണോ കുറച്ചുകൂടെ? പലരും പറയാറുണ്ട് നാച്ചുറൽ ബ്യൂട്ടി ആണ് നല്ലതെന്ന്. അതിനെ അല്ല, കുറിച്ചിട്ട് എന്താ കുറച്ച് തോന്നുന്നത്? ഏറ്റവും കൂടുതൽ അറബി രാജ്യത്ത് ഫുള്ള് ഇവിടുത്തെ പെണ്ണുങ്ങൾ ഫുള്ള് യൂസ് ചെയ്യണതല്ലേ മേക്കപ്പ് അല്ലേ? പോലെ നിറം ലാൻറ്റ അല്ലെങ്കിൽ കാണാൻ ഗ്ലാമർ ലാൻറ്റ. അല്ല, ഒരിക്കലും അല്ല. ആ അത് ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യേണ്ടി. പിന്നെന്താ, നമ്മളെ സാധാരണ പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റായൊന്നുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒരു ഷെയ്മേഡായിട്ട് തോന്നും. അതുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല ജീവിതത്തിൽ. നേരത്തെ പറഞ്ഞവര് കോൺഫിഡൻസ് വേണം. അല്ലെങ്കിൽ കല്ലി കൊല്ലിച്ച് നേരത്തെ പറഞ്ഞവര് വിടണമെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നാട്ടിലുള്ള സമയത്ത് ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോ വീട്ടിൽ നിന്ന് നല്ല പുട്ടി മൈൻഡൊക്കെ അടിക്കും.
ഈ ഫിൽറ്റർ ഒന്നും നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റൂലല്ലോ. അപ്പം നല്ല പുട്ടി മെയിൻ്റൊക്കെ അടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പുറത്ത് ഇറങ്ങും. ഫസ്റ്റ് എന്റെ അമ്മേനെ കാണും. അമ്മേനെ കാണുന്ന സമയത്ത് ആദ്യം ലിപ്സ്റ്റിക് തൂത്തിക്കളാം, കളർ തൂത്തിക്കളാം, കഴിഞ്ഞ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഓരോരുത്തർ നോക്കുന്നതനുസരിച്ച് ഓരോരോ തുടക്കലാ. എവിടെയൊക്കെ തുടക്കാൻ പറ്റും? നാട്ടിലെവിടെ? നാട്ടില് കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ ഓക്കെ. പക്ഷെ മേക്കപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടുതൽ ഫീൽ ചെയ്യാറുണ്ട് എന്റെ പേഴ്സണലി. ഇപ്പത്തെ കുട്ടികൾ ആരാത് യൂസ് ചെയ്യാത്ത? എല്ലാരും യൂസ് ചെയ്യും. യൂസ് പണ്ടത്തെ ആൾക്കാർക്ക് അതിനുള്ള കഴിവ്, പണ്ടത്തെ ആൾക്കാർക്ക് ഇത് കിട്ടാണ്ടായിരുന്ന അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല, അപ്പൊ ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. ശരിയാണ്. ഇന്നിപ്പോ ഇന്ന് മാർക്കറ്റിൽ കിട്ടാത്ത മുതലില്ല, എല്ലാ പ്രൊഡക്റ്റും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെന്താ, ബെറ്റർ ഒറിജിനൽ യൂസ് ചെയ്യാം. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു ഡിയർ. സോ നമ്മള് ബിസി ടോക്ക് സെക്ഷനിൽ ഇന്നത്തെ ടോപ്പിക് മേക്കപ്പ് ആണ്. സോ മേക്കപ്പ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന കമന്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. കമന്റ്സ് ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ അതിന്റെ കൂടെ വായിച്ചു പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കൂടുതൽ കമന്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ലൈവില് ഗസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പറയാം. റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തത് അഷ്റഫ് ഉണ്ട്. അഷ്റഫ് ഞാൻ ലൈവിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. പാട്ട് ഞാൻ തൽക്കാലത്തോട്ട് ഓഫ് ചെയ്തു, കാരണം ഞാനിത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ബെസ്റ്റ് ലിപ്സ്റ്റിക് ആണോ? ഓഹോ, അഷ്റഫ് നമസ്കാരം. നമസ്കാരം. എന്ത് വിശേഷം? ടോപ്പിക്ക് നല്ല വിശേഷം. ഓക്കെ, നമുക്ക് ടോപ്പിക്ക് മറ്റേ മേക്കപ്പ് ആണല്ലേ? മേക്കപ്പ് ആണ്. അപ്പൊ മേക്കപ്പിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? മേക്കപ്പ് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് മോശമൊന്നുമില്ല, പക്ഷെ അത് നല്ല പ്രോഡക്റ്റ്, നല്ല കമ്പനി സാധനമായിരിക്കണം. എല്ലാത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ, അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഉണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതാണ് വലിയ പ്രശ്നം. പല മാർക്കറ്റുകളിലും സെക്കൻഡ് ക്വാളിറ്റി ഐറ്റംസ് വന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് പല സ്കിന്നിനും പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാനിപ്പം സോറി ഫോർ ഇന്ററപ്റ്റ്. ആക്ച്വലി കില്ല പറഞ്ഞ പോലെ മെബിലൈനെ കുറിച്ച് സംസാരിച്ചപ്പം നമ്മുടെ മെബിലൈനും ലാക്മി എന്നുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് ഡ്യൂപ്ലിക്കേറ്റ് കുറെ ഇറങ്ങുന്നുണ്ട്. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് റിയൽ ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അതാണ് മെയിൻ പ്രശ്നം. എല്ലാ സ്ഥലത്തും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. എന്തിന്റെ സാധനം ഡ്യൂപ്ലിക്കേറ്റ് പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. റാക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, റാക്ക് ഓൺലി ഒറിജിനൽ. അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരും. ഓക്കെ, അഷ്റഫ് ഞാൻ ചോദിച്ചോട്ടെ, പൊതുവെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്ന സ്ത്രീകളാണോ നാച്ചുറൽ ബ്യൂട്ടീസിനെയാണോ കൂടുതലായിട്ട് ഒരു ഇൻട്രസ്റ്റ്? നാച്ചുറൽ തന്നെയാ, നാച്ചുറലാണ് നല്ലത്. പക്ഷെ ഞാൻ ഇത്രയും മേക്കപ്പ് ഇട്ടെന്ന് ഞാൻ തുടങ്ങിട്ടെ. അല്ലല്ല, മേക്കപ്പ് ഇടുന്നതിനെ കൊണ്ട് മോശമൊന്നുമില്ല. പക്ഷെ ഈ ഒരു പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. എന്തെന്ന് ഒന്ന് ലിപ്റ്റിക് ഇട്ടിട്ട് അതെന്ത് ചെയ്യും, നമ്മളെ വയറ്റിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ശരീരത്തിലെത്തും, പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ലോഗോ ഡിഫറെന്റ് ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു അഷ്റഫ്, താങ്ക് യു ഷെയറിംഗ് യുവർ ഒപ്പീനിയൻ. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, നിങ്ങളുടെ കമന്റ്സ് എല്ലാം എനിക്ക് വാല്യുബിൾ ആണ്. അതുപോലെ നിങ്ങൾ സംസാരിക്കുന്ന ഓരോ പോയിന്റ്സും ഇവിടെ വന്ന് സംസാരിക്കുകയാണ്, ഞാൻ കുറച്ചുകൂടെ ഹാപ്പിയാണ്, കുറച്ചുകൂടെ അത് വാല്യുബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് മേക്കപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മേക്കപ്പും സ്റ്റൈലിംഗ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്നാണോ ഇന്നത്തെ കാലത്ത്? ഇമ്പോർട്ടന്റ് ആണെന്നാണോ? എന്നാലും ചില നാട്ടിൻപുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് പോലും ഇട്ട പ്രശ്നമാണ്. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ലേഡി എന്ന രീതിയിൽ സംസാരിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ മൈസെൽഫ് ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മേക്കപ്പ് ആണ്. യെസ് ഫൈസൽ, പറഞ്ഞോളൂ, എന്ത് വിശേഷം? നിങ്ങൾക്ക് മേക്കപ്പിനെ കുറിച്ചിട്ട് അറിയുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്തോളൂ, അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. അതുപോലെ തന്നെ ഈ മേക്കപ്പ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരു ബോയ് ആണോ ലേഡി ആണോ, അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ലേഡീസിനെ എങ്ങനെയാണ് ഒരു ബോയ്സ് കാണുന്നത് കണ്ണുകൊണ്ടാണെന്നൊന്നും പറയരുത്. ഓക്കെ, നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു മലയാളം വേർഡ് പറയാം, നിങ്ങൾ ആ ഒരു ലേഡിയെ കാണുമ്പോൾ നിങ്ങൾ ബോയ്സ് ഒക്കെ കമന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഓക്കെ, അതൊക്കെ മാറി തുടങ്ങി. എന്താണ് മാറി തുടങ്ങിയത്? കമന്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്ന സമയത്ത് ഐ എം ഗെറ്റിംഗ് കൺഫ്യൂസ്. ഓക്കെ, ഒരുമിച്ച് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നേരിട്ട് വന്ന് സംസാരിക്കാൻ നോക്കാം. ഓക്കെ, ഹലോ, യെസ് നമസ്കാരം. നമസ്കാരം. എന്ത് വിശേഷം? നല്ല വിശേഷം. ഞാൻ ഡെയിലി കാണാറുണ്ട് നിന്റെ ലൈവ്. എന്തോ? ഡെയിലി കാണാറുണ്ട് നിന്റെ ലൈവ്. ഞാനും കാണാറുണ്ട് നിന്നെ ഡെയിലി. നമ്മളെന്തും കാണാറുണ്ടല്ലോ, അടിച്ചാണ്. ഓക്കെ, പറ. വന്ന വഴി പോയോ? ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഇവിടെ അടിച്ചിട്ടുള്ളൂ, സ്ക്രീനിൽ പോയോ? ഹലോ,
പറ കില്ല, എന്താണ് മേക്കപ്പിനെ കുറിച്ച് പറയാനുള്ളത്? മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണോ? ഞാനോ? അല്ല. നോ. മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് DP എനിക്ക് കണ്ടാൽ നല്ല നല്ല അത് ഹാൻഡ്സം, നല്ല ഫിൽറ്ററാണ്. ഫിൽറ്ററാണ്. സത്യം പറ. അത് ഫിൽറ്ററാണ്. ഓക്കെ അതുകൊണ്ട് ഫൈൻ. ഓക്കെ. സൺസ്ക്രീൻ പോലും യൂസ് ചെയ്യാറില്ല? നോ നോ നോ, ഇല്ല. നാച്ചുറൽ നാച്ചുറൽ. അത് ഫിൽറ്ററാടോ. ഓക്കെ, എന്നാലും പറ, എന്തെങ്കിലും ഹോം റെമഡീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മേക്കപ്പ് വിട്, എന്തെങ്കിലും ബ്യൂട്ടി ഹോം കെയറിങ് റെമഡി ചെയ്തിട്ടുണ്ടോ? പണ്ട് എനിക്ക് ചിക്കൻ ബോക്സ് വന്നിരുന്നു. ഓക്കെ. അപ്പോൾ മുഖത്തൊക്കെ ഫുള്ളൊരു പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഗ്രാൻഡ്മ എന്തോ ഒരു മരുന്നുണ്ടാക്കി തന്നിരുന്നു പാട് പോവാൻ. ഓക്കെ. അത് ഹോം റെമഡി ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടോ? അത് നമുക്കൊരു പ്രൊഡക്റ്റ് എനിക്കറിയില്ല. ആയിട്ട് ലോഞ്ച് ചെയ്യണോ? എനിക്കറിയില്ല എന്താന്ന്. ഗ്രാൻഡ്മ റിസൾട്ട് കിട്ടിയായിരുന്നോ? അതിന് ശേഷം ഞാൻ കുറച്ച് കളർ വെച്ചു. അതാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെയും ഫിൽറ്റർ ആണോ അല്ലേ? സത്യം പറഞ്ഞോ. അത് ഫിൽറ്ററാ, ഇതില്ല ഫിൽറ്ററാ. ആര്യവേപ്പിന്റെ ഇല വെച്ചിട്ടാണോ റെമഡി ഉണ്ടാക്കിയത്? അറിയില്ല. ഗ്രാൻഡ്മ എന്തൊക്കെ സാധനം ഉണ്ടാക്കി. ഈ എന്താ അറിയില്ല, കുറെ ഇല കിട്ടുന്നുണ്ട്. ആൾ പണ്ടത്തെ ആൾക്കാരല്ലേ. ഓക്കെ. ഗ്രാൻഡ്മ പിന്നെ മരിച്ചു പോയി, വേറെ അറിയില്ല. ആള് ഇല്ല ഇപ്പോൾ. എപ്പോഴെങ്കിലും പെൺകുട്ടികൾ മേക്കപ്പ് ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ടോ? പറ, സത്യം പറ. ഫേക്ക് ഐഡിന്ന് കമന്റ് ചെയ്തിട്ടുണ്ടോ? മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ചൂസ് ചെയ്യണം. ഓക്കെ. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ക്വാളിറ്റി ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി വാക്സ്, അത് ഒറിജിനൽ വരുന്ന സംഭവമാണ്. ഷിയ ബട്ടർ. അപ്പോൾ അതിൻ്റെ ഫേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കെമിക്കൽസ് ഉണ്ട്, മെർക്കുറി കണ്ടന്റ് കൂടുതലുള്ളത്. ഓക്കെ. അപ്പോൾ ഈ മെർക്കുറി കണ്ടന്റ് കൂടുതൽ നമ്മളെ ഈ സ്കിന്നിലാണല്ലോ ഇത് തേക്കുന്നത്. അപ്പോൾ ഒരു വുമൺ, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ, ഒരു വലിയ മറ്റേ റിയൽ എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെ എപ്പോഴും എന്താ പറയുക, എപ്പോഴും മേക്കപ്പ് ചെയ്ത് പോകണമല്ലോ. എപ്പോഴും പ്രസൻറ്റബിൾ ആവണം. സോ അങ്ങനത്തെ ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും, എക്സ്പെൻസീവ് സാധനം. അപ്പോൾ ഈ വില കുറഞ്ഞ ലിപ്സ്റ്റിക്ക് തേച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെമിക്കൽ ലിപ്സ്റ്റിൽ അബ്സോർബ് ആവും. ഇത് പേടിക്കല്ലേ, ഞാൻ പറയാണ്. അബ്സോർബ് ആയി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഗേൾസിന് ഇത് സെല്ലിൽ പോയിട്ടാണ് സ്റ്റോർ ആവുന്നത് ഈ കെമിക്കൽസ്. നമുക്ക് ടെക്നിക്കൽ സൈഡ് സംസാരിക്കണ്ട. ഓക്കെ, വിട്ട് അത് വേണ്ട വേണ്ട, ഞാൻ ടെൻഷൻ ആകും. ഓക്കെ, ഉറങ്ങാൻ പറ്റില്ല. ഇത് നേരെ പോയിട്ട് ഹോർമോൺസിലാണ് സ്റ്റോർ ആവുന്നത്. ഹോർമോൺസ് സ്റ്റോർ ആകുമ്പോൾ പല പ്രശ്നങ്ങളും വരും. മൂഡ് സ്വിങ് വരും, ചിലപ്പോൾ ഇത് ബ്രെയിനിലെ എനിക്ക് ദേഷ്യം കൂടുതൽ ദേഷ്യം വരും. യെസ്. അപ്പോൾ ഈ കെമിക്കൽസ് റിയാക്ട് ചെയ്യുന്നത് നമ്മളറിയില്ല. അത് മേക്കപ്പിൽ മാത്രമല്ല, നമ്മൾ വലിയ പ്രശ്നം. അതായത് വിട്, നമുക്ക് മേക്കപ്പിന്റെ പ്രശ്നങ്ങൾ പറയണ്ട. മേക്കപ്പ് ചെയ്യുന്ന ഗേൾസ് എന്താണ് ഒപ്പീനിയൻ? എനിക്ക് നാച്ചുറൽ ബ്യൂട്ടിയാണ് പ്രിഫർ ചെയ്യാം. ഇറങ്ങിക്കോ ലൈവ്. പക്ഷെ മേക്കപ്പ് ചെയ്യണ ഒരു മോശമൊന്നല്ല, എൻ്റെ ഒരു ഇത് പറഞ്ഞാണ്. ഓക്കെ. മേക്കപ്പിൽ തീരെ ഇഷ്ടപ്പെടാത്ത എന്താണ്? പെൺകുട്ടികളെ യൂസ് ചെയ്യുന്നതല്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇത് കണ്ടാൽ തന്നെ പ്രാന്ത് വരും. അതിപ്പോ ഓരോരുത്തർക്കും ഓരോരുത്തരെ പെർസ്പെക്റ്റീവ് ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്ന കില്ലയുടെ മൈൻഡില് ഇപ്പൊ ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് ഓ പിന്നെ എന്തിനാ അത് യൂസ് ചെയ്തെന്ന് തോന്നൂല്ലേ മേക്കപ്പിന്റെ ഒരു. ഐ ഡോണ്ട് ജഡ്ജ് എനിവൺ. താങ്ക് യു താങ്ക് യു താങ്ക് യു. എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ്. ശരി ശരി, ഇന്നത്തേക്കുള്ളതായി. ഓക്കെ ഓക്കെ. ജോമേഷ്, എന്താണ് വിശേഷം? താങ്ക് യുടാ. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഇന്നത്തെ ടോപ്പിക് ബ്യൂട്ടിയാണ്, അല്ല മേക്കപ്പ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റെമഡീസും കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ബ്യൂട്ടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. ആദ്യം ഇവിടെ പറയേണ്ടത് പെൺകുട്ടികൾ മേക്കപ്പ് ചെയ്യുന്നത് തെറ്റാണോ അല്ലേ? എന്തോ ചെയ്യുന്നത് തോന്നുന്നു. ഹലോ, വൈ ലൈവില് വിഷ്ണു വിജയൻ. യെസ് വിഷ്ണു. ഹായ് ജക്കർ, കേൾക്കുന്നുണ്ടോ? നമ്മുടെ ടോപ്പിക് ഉണ്ടെന്ന്, മേക്കപ്പ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്താ സംസാരിക്കാനുള്ളത്?
ഓക്കെ ജാക്ക്, ഐ ഡോണ്ട് ഗെറ്റ് യു ആക്ച്വലി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബൈ മിസ്റ്റേക്ക്ലി ലൈവിൽ വന്നതാ തോന്നുന്നു. എനിവേ നോ പ്രോബ്ലം. ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 11 മണിക്ക് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം. 49 വയസ്സായി വെളുക്കാൻ എന്താ ചെയ്യേണ്ടതെന്നോ? ഞാനിത് ഫിൽറ്ററാ ചേട്ടാ, ഫിൽറ്റർ. ഞങ്ങളൊക്കെ ഫിൽറ്റർ ഇട്ടിട്ടാ ജീവിച്ചു പോകുന്നത്. യു പറഞ്ഞു കൊടുക്ക്. സോറി, വെളുക്കാനുള്ള ടിപ്സ് ഒന്നും എനിക്കറിയില്ല. ഒന്നും വിശ്വസിക്കണ്ട കേട്ടോ. ഈ സീക്രട്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. യെസ്, യു കേൾക്കുന്നുണ്ടോ? ഹായ് റാക്ക്. ഞാൻ പുറത്താണ്. വിശേഷം സുഖാണോ? ഇത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ടോപ്പിക് എന്താ അറിയോ? മേക്കപ്പ്. യു മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണോ? അതെ അതെ അതെ, ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഡേ ടു ഡേ ലൈഫിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ വർക്കിന് പോവുകയാണെങ്കിലും ഫുൾ ഫേസ് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ടിക്ടോക്കിൽ വന്നപ്പോൾ നമ്മൾ നോർമലാണല്ലോ, അത് നമ്മുടെ നോർമൽ യൂഷ്വൽ സാധനമാണല്ലോ അത്. നിന്നോടല്ല, സോറി, ഗ്യാസിനോടാ. അപ്പോൾ അത് ആദ്യമൊക്കെ വരുമ്പോഴത്തേക്കും എന്നോട് ഒരുപാട് പേര് പറഞ്ഞു എന്തിനാ മുഖത്ത് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം എന്ന് വെച്ചാൽ ഫിൽറ്റർ തന്നെ ഓൾറെഡി ആ മുഖത്ത് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് ഫിൽറ്റർ ഇടുമ്പോൾ ശരിക്കും അല്ലേ നിനക്ക് തോന്നില്ലേ ഡിഫറൻസ് അറിയാൻ പറ്റും. മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ലൈവ് വരുന്ന സമയത്ത് ഫിൽറ്റർ ഓൺ ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതെ 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 അതെ, അതുകൊണ്ടിപ്പോൾ മേക്കപ്പ് കുറച്ചു, ഫിൽറ്റർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മേക്കപ്പ് കുറച്ചു മീൻസ് എന്നിട്ടും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ലൈവ് വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ യൂസ് ചെയ്യും, ലിപ്സ്റ്റിക് ഇടും, കണ്ണെഴുതും. സ്റ്റിൽ പീപ്പിൾ ആർ സെയിങ് ഐ എം ഡൂയിങ് സോ മച്ച് മേക്കപ്പ്. ഇന്നലെ കൂടെ എനിക്ക് എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ ഗസ്റ്റിലുണ്ടായിരുന്നവരും എന്നെ അതും പറഞ്ഞിട്ട് കളിയാക്കിയതേ ഉള്ളൂ. പിന്നെ എന്തെന്നാ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് തുടച്ച് കളയണം, 3 layers ഉണ്ട്, 4 layers ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ എന്താ ലിപ്സ്റ്റിക്ക്, ഒരു കമൻറ്റ് ഞാനിവിടെ കണ്ടു, ലിപ്സ്റ്റിക്ക് മോശമാണെന്നോ എന്ന് പറഞ്ഞു. സൈഡ് എഫക്ട്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കുന്നത് ഒരു പിഗ്മെൻ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വാക്സ് യൂസ് ചെയ്തിട്ട്, വാക്സും അതിൻ്റെ അകത്ത് എസെൻഷ്യൽ ഓയിൽസും വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് എടുക്കുന്നത്. ഉണ്ടാക്കുന്ന ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഹൈ എൻഡ് ബ്രാൻഡ് ഉണ്ടാക്കിയാൽ പോലും അത് കറക്റ്റായിട്ട് ഒരു പ്രൊപ്പോർഷനിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കുക. ആദ്യം കയ്യിലോ അല്ലെങ്കിൽ റെസ്റ്റിലോ, കൈയുടെ മേളിലോ അല്ലെങ്കിൽ റെസ്റ്റിൻ്റെ അവിടെയോ ചെക്ക് ചെയ്തിട്ട് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല, ഡേ ടു ഡേ ഇത് ബ്രാൻഡിൻ്റെ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ് പ്രോഡക്റ്റ് ഓർ നോട്ട്. ഇതിൽ പിന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടോ എന്ന് ഉറപ്പായിട്ടും അറിയാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. മെസ്സേജ് ലേറ്റ് ആയിപ്പോയി വരാൻ, ലൈവിൽ വരാൻ ലേറ്റ് ആയിപ്പോയി. അതുപോലെ നമുക്കിപ്പോൾ 3 റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. 11 മണിക്ക് എനിക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യണം. ഐക്കേൻ എല്ലാവരോടും പറയാണ്, 10 മണി മുതൽ 11 മണി വരെയുള്ള ലൈവ് സെക്ഷനാണിത്. ബിസി ടോക്ക് എന്നുള്ള സെക്ഷനിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മേക്കപ്പ് ആണ്, അല്ല ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, വളരെ സീരിയസ് ആയിട്ടൊന്നും പറയുന്നില്ല. ചെറീസിനെ നമുക്ക് ലൈവിലോട്ട് എടുക്കാം. യെസ് ചെറീസ്, വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ. ചെറീസ് കേൾക്കുന്നുണ്ടോ? ഹലോ, ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. ചെറീസ് പറ, എന്ത് വിശേഷം? ഞാൻ തിരക്കിലായിരുന്നു, കുറച്ച് ലൈവ് കയറാൻ പറ്റിയില്ല. ഓക്കെ, നോ പ്രോബ്ലം ഡിയർ. ഞാനിവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എപ്പോഴും കയറാൻ പറ്റിയില്ല. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കയറാം. ഞാൻ കേട്ടു. പക്ഷെ ഒരു ആൺകുട്ടി എന്നുള്ള ആൾക്ക് എന്ത് ഞാൻ പറയും? ഞാൻ ഇതുവരെ മേക്കപ്പ് 1 രൂപ പോലും ചെലവഴിക്കാത്ത ആളാ. പക്ഷെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പെൺകുട്ടികളല്ല മേക്കപ്പ് കൂടുതൽ ഉപയോഗിക്കുക. ആൺകുട്ടി ഞാൻ എന്ത് പറയാൻ പറ്റും ഇങ്ങനെ ആലോചിക്കായിരുന്നു. അത് തികച്ചും എന്താണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യവും താല്പര്യവും മാത്രമാണ് മേക്കപ്പ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഓരോരുത്തർക്കും അതിന്റെ പിന്നിൽ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം.
ആ കാരണത്തിന് നമുക്കൊരു 3 പ്രധാനമായിട്ട് പറയാം. ഒന്ന് ആത്മവിശ്വാസം. ഒരു ആത്മവിശ്വാസമാണ് മേക്കപ്പ് ചെയ്ത പലർക്കും മേക്കപ്പ് ഇടുന്ന പ്രത്യേക ആത്മവിശ്വാസം, ഒരു പോസിറ്റീവ് എനർജിയും കിട്ടും. അതുപോലെ തന്നെ ഒരു കലയായിട്ട് കൂട്ടാം നമുക്ക്. മേക്കപ്പ് എന്ന ഒരു കലയോടെയാണ്. നിറങ്ങളും ഷെയ്ഡുകളും ഉപയോഗിച്ച് സ്വന്തം മുഖത്തെ ഒരു ക്യാൻവാസ് എന്ന പോലെ ചെയ്യുന്ന ഒരു പ്രക്രിയയല്ലേ മേക്കപ്പ്. പിന്നെ മൂന്നാമത് പറയാൻ പറ്റിയ സ്വയം പരിചരണം. ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല ഒരുങ്ങി അടിച്ചു പൊളിച്ച് നടക്കാനായിരിക്കും താല്പര്യം. അത് സ്വന്തം സന്തോഷത്തിന് വേണ്ടി മാത്രം മേക്കപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുകളുണ്ട്. അപ്പം ഇങ്ങനെ മേക്കപ്പിനെ 3 ആക്കി തിരിക്കാം. പിന്നെന്താ, പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് സാമ്പത്തിക നഷ്ടം. ഞാൻ അതിന്റെ സൈഡ് എഫക്ട്, എല്ലാവരും സൈഡ് എഫക്ട് പറഞ്ഞിട്ടുണ്ടോ, പക്ഷെ ഞാൻ സൈഡ് എഫക്ട് പറയുന്നില്ല. അതിന്റെ മറ്റൊരു വശം പറഞ്ഞതാ, മാനസികമായ എന്താ പറയാ ആത്മവിശ്വാസക്കുറവ്. ഏത് ഞാൻ സുന്ദരിയല്ലേ അല്ലെങ്കിൽ ഞാൻ സുന്ദരനല്ലേ എന്നൊരു ആത്മവിശ്വാസക്കുറവ് ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ മേക്കപ്പ്. അല്ല, എന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, എന്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. അതുപോലെ നമുക്കൊരു സമയനഷ്ടം എന്ന് കൂട്ടാം. നമ്മള് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ പെർഫെക്റ്റായി മേക്കപ്പ് ചെയ്യാൻ എത്ര സമയം വേണമെങ്കിലും നമ്മൾ ക്ഷമിച്ചിരുന്നോളും. അത് ഒരു സമയനഷ്ടമായിട്ട് കൂട്ടാം. പിന്നെ വരുന്ന സാമ്പത്തിക നഷ്ടം. സാമ്പത്തികമായിട്ടും നമുക്ക് എന്താ പറയുക ആവശ്യമില്ലാത്ത ഒരുപാട് നഷ്ടങ്ങളാണ് വരിക. അതേമാതിരി തെറ്റായ സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലും മറ്റും ഫിൽറ്ററും, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഫിൽറ്ററിന്റെ കാര്യം, അങ്ങനത്തെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അതുപോലെ ആവോ എന്ന് ട്രൈ ചെയ്യാണ് ഇതിനെപ്പറ്റി അറിയാത്തവര്. അങ്ങനൊക്കെയാണ് അതിന്റെ കാര്യങ്ങള്. അതില് പിന്നെ എന്ത് ചെയ്യാ, സ്വന്തം സൗന്ദര്യത്തെ സംരക്ഷിക്കാൻ ദിവസവും വെള്ളം കുടിക്കുക, കൃത്യമായ എന്താ പറയാ ക്ലെൻസിങ്ങോ എന്താ പറയലില്ലേ, എന്നുവെച്ചാല് രാത്രി കിടക്കുമ്പോഴും പിന്നെ ഒക്കെ മുഖം കഴുകുക, അതൊക്കെ കെയർ ചെയ്യുക. അതേമാതിരി നാട്ടില് നമുക്ക് കിട്ടുന്ന കറ്റർവായ, കടലമാവ്, തൈര്, ഇതൊക്കെ സൗന്ദര്യവൽക്കരണത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ, അങ്ങനത്തെ ഉപയോഗിക്കുക. അതേമാതിരി കറക്റ്റ്, നല്ലൊരു ടിപ്പാണ്, കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പഠിക്കുക. എന്നും കറക്റ്റ് ഉറക്കം കിട്ടുന്നുണ്ടോ നോക്കുക. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒക്കെ പുറമെ പറയാനുള്ളത് ഏറ്റവും കാര്യം ബാഹ്യമായ സൗന്ദര്യം മാത്രമാണ്. നമ്മളെ പ്രായമാകുമ്പോൾ സമയം കടന്നു പോകും അല്ലേ, അത് ആർക്കും തടുത്തേക്കാൻ പറ്റില്ല. എന്നാൽ നല്ലൊരു മനസ്സും സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ഉണ്ടെങ്കിൽ ആ സൗന്ദര്യം ഈ സൗന്ദര്യക്കാളും എത്രയോ വലുതാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കില്ല അവസാനമായിട്ട് പറയാനുള്ളതാ, നല്ല മനസ്സും നല്ല പെരുമാറ്റവും അതാണ് ശരിക്കും ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ കുറെ മേക്കപ്പ് ഇട്ട് സൗന്ദര്യം നമ്മൾ ഉണ്ടാക്കുന്നതിനാട്ടിലും നല്ല മനസ്സായിട്ട് നടന്ന അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു ചെറീസ്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ. സോ നമുക്ക് ഇനിയുള്ള റിക്വസ്റ്റുകൾ തൽക്കാലത്തോട്ട് ഞാൻ എടുക്കുന്നില്ല. ടോണി ആൻഡ് അരുൺ, സോറി. നമ്മുടെ ലൈവ് സെക്ഷൻ ടൈം 10 മണി മുതൽ 11 മണി വരെയാണ്. മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെക്ഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെ. ഇന്ന് നമ്മൾ സംസാരിച്ചത് മേക്കപ്പിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള നോളജ് നമ്മൾ ഷെയർ ചെയ്തു, അല്ലെങ്കിൽ മേക്കപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ സൈഡ് എഫക്റ്റ്, അതിന്റെ പോസിറ്റീവ് സൈഡ് എല്ലാം നമ്മൾ സംസാരിച്ചു. ഇനിയും നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട്